ഹലോ എവ്രി വൺ. ഇന്ന് ഏഞ്ചൽസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്, സ്പിരിറ്റ് ഗൈഡ്സ് നിങ്ങൾക്ക് വേണ്ടി തരുന്ന മെസ്സേജ് എന്നാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങളുടെ കറണ്ട് ഇമോഷണൽ എനർജി, പേജ് ഓഫ് പെൻറ്റക്കിൾസ്, നിങ്ങളുടെ സോൾ നിങ്ങളിപ്പോൾ എന്താ അറിയണം എന്നാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളത്, 7 ഓഫ് കപ്സ്, നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സ് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത് മെജീഷ്യൻ എനർജിയിൽ നിന്നാണ് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ആൻഡ് നിങ്ങൾക്ക് വരുന്ന ഒരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത് 2 ഓഫ് കപ്സ് ആണ്. എന്താണ് ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ നിങ്ങൾ കാണാതിരിക്കുന്നത്, അത് 5 ഓഫ് സ്വോർഡ്സ് ആണ്. എന്ത് ഷിഫ്റ്റാണ് ലൈഫിൽ ഉടനെ സംഭവിക്കുന്നത് എന്നുള്ളത് പേജ് ഓഫ് സ്വോർഡ്സ് ആണ്. ആൻഡ് ഫൈനൽ ഗൈഡൻസ് ഇസ് ദ മൂൺ കാർഡ്. 2 മേജർ അർക്കാന കാർഡ്സ് ഉണ്ട്. നമുക്കിനി ഡീറ്റെയിൽ ആയിട്ട് റീഡിങ്ങിലേക്ക് പോവാം. ഒരു ഫൈനാൻഷ്യൽ ചേഞ്ച് എനർജിയാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. പേജ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് നിങ്ങളുടെ കറണ്ട് ഇമോഷണൽ എനർജി ആയിട്ട് വന്നിട്ടുള്ളത്. പേജ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് നിങ്ങളുടെ ഭൗതിക സാഹചര്യങ്ങൾ, മെറ്റീരിയൽ സർക്കംസ്റ്റാൻസസ് മാറാൻ പോവാണ്. ഒരു ഇൻവെസ്റ്റ്മെൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും റിസ്ക് എടുക്കുന്നു, നിങ്ങൾ അധികം പൈസ മുടക്കിയിട്ടുള്ള, കാശ് മുടക്കിയിട്ടുള്ള എന്തോ കാര്യത്തിലേക്ക് നിങ്ങൾ ഇൻവോൾവ് ആവാനുള്ള ഒരു പ്ലാനാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളത്. അങ്ങനത്തെ ഒരു ഇമോഷണൽ എനർജിയിലാണ് നിങ്ങളുള്ളത്. ഇൻവെസ്റ്റ് ചെയ്താലോ അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു കാര്യം അത് ചെയ്താലോ എങ്ങനെ ഉണ്ടാവും എന്നുള്ള ചിന്തകളിലാണ് നിങ്ങളിപ്പോൾ ഉള്ളത്. ഇനി നിങ്ങളുടെ സോള് നിങ്ങളിപ്പോൾ എന്തറിയണമെന്നാണ് ആഗ്രഹിക്കുന്നത്, 7 ഓഫ് കപ്സ് ആണ്. ഇത് 2 രീതിയിൽ ഇൻ്റർപ്രിറ്റ് ചെയ്യാം. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് ഞാൻ 2 ഓപ്ഷനും പറയുകയാണ്. നിങ്ങളുടെ ലൈഫിൽ ഏതാണോ റെസനേറ്റ് ചെയ്യുന്നത് ആ രീതിയിൽ ഇതിനെ എടുക്കുക. ഒന്നുകിൽ നിങ്ങളുടെ മുന്നിൽ വരുന്ന എല്ലാ കാര്യങ്ങളും കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക. ഓപ്ഷൻസ്, പല കാര്യങ്ങൾ നിങ്ങൾ കണ്ടേക്കാം, അതെല്ലാത്തിനെയും വിശ്വസിക്കരുത്. നന്നായിട്ട് ആലോചിച്ചിട്ട് മാത്രം തീരുമാനമെടുക്കുക എന്നൊരർത്ഥം വരാം. അതല്ലെങ്കിൽ നിങ്ങൾക്കുള്ളത് ഒരു ഓപ്ഷൻ മാത്രമല്ല, പല ഓപ്ഷൻസ് ഉണ്ട്. അതിൽ നിന്ന് തിരഞ്ഞെടുത്ത് മാത്രം മുന്നോട്ട് പോവുക എന്നുള്ള അർത്ഥവും വരാം. നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും വരാം. അത് നിങ്ങളുടെ സാഹചര്യം പോലെ നിങ്ങൾ അതിനെ ഇൻ്റർപ്രിറ്റ് ചെയ്ത് എടുക്കേണ്ടതാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ടാണ് ഞാനത് എടുത്ത് പറയുന്നത്. നിങ്ങളെ നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഒരു മജീഷ്യൻ എനർജിയിൽ നിന്നാണ്. ഒരു മാനിപ്പുലേറ്റർ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടോ എന്നൊന്ന് ആലോചിക്കുക. നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞത് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം എന്നൊക്കെയുള്ള ഒരു സജഷൻസ് തരികയും അവസാനം നിങ്ങൾ കുഴിയിലാകും, പണി കിട്ടും എന്ന് തോന്നുന്ന സമയത്ത് വലിഞ്ഞു കളയും ചെയ്യുന്ന ഒരു ആളുടെ പ്രസൻസ് ലൈഫിലുണ്ടോ എന്നൊന്ന് ആലോചിച്ച് നോക്കുക. അങ്ങനെയുള്ള ആളുകൾ എല്ലായിടത്തും ഉണ്ട് അല്ലേ? നമ്മൾ വിചാരിക്കും അവർ നമ്മളുടെ നല്ലത് ഉദ്ദേശിച്ചിട്ട് പറയുന്നതാണെന്ന്. പക്ഷെ അങ്ങനെ ആവണം എന്നില്ല. ഒരു പക്ഷേ അവർ വെറുതെ അവരുടെ ഒരു എന്താ പറയുക, നിഷ്കളങ്കത അവർക്ക് അറിയാത്തത് കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ഓപ്ഷൻസ് കാണിച്ചു തരുന്നു എന്നേ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ അവർക്ക് നിങ്ങൾക്ക് ഒരു പണി കിട്ടിക്കാണാനുള്ള ആഗ്രഹം കൊണ്ടായിരിക്കാം. ഏതു തന്നെ ആയാലും ഒരു മാനിപ്പുലേഷൻ എനർജി എവിടെയൊക്കെയോ കറങ്ങി നടക്കുന്നുണ്ട്. അതിൽ നിന്ന് നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സ് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളിലേക്ക് വരുന്ന ഒരു ബ്ലെസ്സിങ് എന്താണ് എന്ന് നോക്കുമ്പോൾ 2 ഓഫ് കപ്സ് ആണ്. ഇതൊരു ബ്യൂട്ടിഫുൾ എനർജിയാണ്. ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നു, ഒരു സോൾമേറ്റ് കണക്ഷൻ, അങ്ങനെയൊക്കെയുള്ള ഒരു എനർജിയാണ്. നിങ്ങളിലേക്ക് ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു പാർട്ട്ണർ, നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഒരാൾ ലൈഫിലേക്ക് പുതിയതായിട്ട് വരികയോ അല്ലെങ്കിൽ റീ എൻറ്റർ ചെയ്യുകയോ നേരത്തെ ഉണ്ടായിരുന്ന ആൾ തിരിച്ചു വരികയോ ഒക്കെ ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ ഒരു റൊമാൻറ്റിക് പാർട്ട്ണർഷിപ്പ് തന്നെ ആവണം നിർബന്ധമില്ല. നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ആയാലും മതി. അങ്ങനെ ഒരാളും വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ലൈഫിലേക്ക് വരുന്ന നിങ്ങൾ കാണാതിരിക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത് ചതിയാണ്. ചതിക്കപ്പെടാൻ സാധ്യതയുണ്ട്, പറ്റിക്കപ്പെടാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ കയ്യിൽ കിട്ടിയെന്ന് നിങ്ങൾ ഉറപ്പിച്ചിരുന്ന ചില കാര്യങ്ങൾ ലാസ്റ്റ് മിനിറ്റ് ചിലപ്പോൾ വഴുതിപ്പോയേക്കാം. ഒന്ന് സൂക്ഷിച്ചിരിക്കുക. ഒരു മാനിപ്പുലേഷൻ എനർജിയും കൂടെ ഉള്ളത് കൊണ്ട് ഒന്ന് ആ കാര്യത്തിലൊന്ന്, പിന്നെ നമുക്കിവിടെ ഒരു മണി എനർജിയും കൂടെ വരുന്നുണ്ട്. അതുകൊണ്ട് ഫൈനാൻസ് പരമായിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾ എല്ലാവരെയും കണ്ണടച്ച് ട്രസ്റ്റ് ചെയ്യാതിരിക്കുക. പൈസ പെട്ടെന്ന് ഇരട്ടിയാക്കാനുള്ള ഒരു വഴിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് വരുന്ന ആൾക്കാരെ ഒരു കൈ അകലത്തിൽ നിർത്തുക. അതൊന്നും ശരിയാവണം എന്നില്ല. പലർക്കും ചിലപ്പോൾ എന്തൊക്കെയോ എങ്ങനെയെങ്കിലുമൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷേ ഇപ്പോൾ തൽക്കാലം നിങ്ങളുടെ ഒരു സബ് കോൺഷ്യസ് എനർജി വെച്ചിട്ട് അതിലൊന്നും ചെന്ന് പെടാനുള്ള ഒരു അവസ്ഥയിലല്ല നിങ്ങളുള്ളത്. സൂക്ഷിക്കുക. ഓക്കെ.
പിന്നെ പേജ് ഓഫ് സ്വാർഡ്സ് വന്നിട്ടുണ്ട്. അത് ഒരു ഷിഫ്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് മുൻകാലങ്ങളിലുള്ള നിങ്ങളുടെ അനുഭവങ്ങൾ വെച്ച് നോക്കുക. നിങ്ങൾ ഓരോ ഓപ്ഷൻസും ഇവിടെ നമുക്ക് പല ഓപ്ഷൻസ് ഉള്ളതായിട്ട് വന്നിട്ടുണ്ട്. ആ ഓപ്ഷൻസ് ഓരോന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ പഴയ മുൻകാല അനുഭവങ്ങളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയതിന് ശേഷം മാത്രം ഇൻ്റലക്ച്വലായിട്ട് വേണം തീരുമാനം എടുക്കാനായിട്ട്. ക്ലാരിറ്റി വേണം, ഇമോഷണലായിട്ട് തീരുമാനം എടുക്കരുത്. കാരണം ഇത് പേജ് ഓഫ് പെറ്റക്കിൾസ് നിങ്ങൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒക്കെ ഒരു എനർജി ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. കാശിൻ്റെ കാര്യം അതുകൊണ്ട് പ്രത്യേകിച്ചും തിരിഞ്ഞു നോക്കുക. പിന്നെ ഇതിനു മുൻപ് എന്ത് അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ളപ്പോൾ എന്താണ് ഉണ്ടായിട്ടുള്ളത് എന്ന് ചിന്തിച്ചിട്ട് മാത്രം റിസ്ക് എടുക്കാനായിട്ട് ശ്രമിക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ ഒരു മൂൺ എനർജി, കൺഫ്യൂഷൻസ് വരാൻ സാധ്യതയുണ്ട്. ഒരുപാട് കൺഫ്യൂഷൻസ്, എന്താണ് ചെയ്യേണ്ടത്, ഒരു കൃത്യതയില്ല, വ്യക്തതയില്ല തുടങ്ങിയ പ്രശ്നങ്ങൾ വരാനായിട്ടുള്ള ചാൻസസ് ധാരാളം കാണുന്നുണ്ട്. സോ ഓപ്ഷൻസ് വരുന്നുണ്ട്. നിങ്ങൾക്ക് ചുറ്റും ഒരു മാനിപ്പുലേറ്റർ എനർജി ഉണ്ട്, ഒരു പോസിറ്റീവ് ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പ് അങ്ങനത്തെ ഒരു എനർജിയുമുണ്ട്. ഇതിൽ നിന്നും ആവശ്യമുള്ളത് മാത്രം നിങ്ങൾ അവെയർ ആയിരിക്കുക. നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന ആളുകൾ, ഓപ്ഷനുകൾ പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നുള്ള ആ ഒരു കണ്ണോട് കൂടി തന്നെ നിങ്ങൾ നോക്കുക. വരുന്നവരെ എല്ലാവരെയും അല്ലെങ്കിൽ വരുന്ന ഓപ്ഷനുകളെ എല്ലാത്തിനെയും കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക എന്നുള്ളൊരു ഗൈഡൻസ് ആണ് ഇപ്പോൾ തരാനുള്ളത്. ഞാൻ ഈ മൂൺ കാർഡിന് ഒരു ക്ലാരിറ്റി കാർഡ് പുൾ ചെയ്തിരുന്നു. അത് 5 ഓഫ് സ്വാർഡ്സ് ആണ്. വീണ്ടും ഇതിൻ്റെ തന്നെ ഒരു ഗ്രേഡ് കുറഞ്ഞ കാർഡാണ് ഇത്. ക്ലാരിറ്റി കുറവ്, ഒരു സ്ട്രഗിൾ, അതൊക്കെയാണ് 5 ഓഫ് വാൻഡ്സിൽ വരുന്നത്. ഇപ്പം നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യം, നിങ്ങൾ എന്ത് ആക്ഷൻ എടുക്കണം എന്ന് ചോദിക്കുമ്പോൾ അവെയർ ആയിരിക്കുക. ചിന്തിച്ച് മാത്രം, ഇത് സോഡല്ലേ, സോഡ് എനർജി എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും തിങ്ക് ചെയ്യുക, നന്നായിട്ട് തിങ്ക് ചെയ്തിട്ട് മാത്രം തീരുമാനമെടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു. പേഴ്സണൽ ഗൈഡൻസ് ആവശ്യമുള്ളവർ സ്ക്രീനിലുള്ള നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. വാട്സപ്പ് കോള് ഉണ്ടാവുന്നതല്ല, മെസ്സേജ് മാത്രം ചെയ്യാം. ഓക്കെ, താങ്ക് യു.